نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, ഒരിക്കൽ ഒരു യുദ്ധസന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ വളരെ ശക്തമായി പോരാടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ട് ഒപ്പമുണ്ടായിരുന്ന സഹാബികളോട് പറഞ്ഞു, മൻ അഹബ്ബ അയ്യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഫൽയൻദുർ ഇലാ ഹാദാ. ആർക്കെങ്കിലും നരകാവകാശിയായ ഒരു വ്യക്തിയെ കാണണമെങ്കിൽ ദാ ഇവനിലേക്ക് നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. സഹാബികൾക്ക് അത്ഭുതമായി. കാരണം ശത്രുക്കൾക്കെതിരെ അയുദ്ധത്തിൽ ഏറ്റവും ശക്തമായി പോരാടിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു വ്യക്തി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ച് ആളുടെ പിന്നാലെ എന്താണ് അയാളുടെ അവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു. അങ്ങനെ വേദനയേറിയ ഒരു മുറിവേറ്റ സമയത്ത് ആ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ വാള് നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അതിലേക്ക് അമർന്ന് സ്വയം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ലയഅമലു ഫീമാ യറൻ നാസു അമല അഹ്ലിൽ ജന്ന വഇന്നഹു ലമിൻ അഹ്ലിൻ നാർ. ഒരു വ്യക്തി അവൻ ചിലപ്പോൾ ആളുകൾക്കിടയിൽ ആളുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ അവനെ മനസ്സിലാക്കുന്നത് സ്വർഗാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ടായിരിക്കും, പക്ഷേ അവൻ നരകാവകാശിയായിരിക്കും. വയഅമലു ഫീമാ യറൻ നാസു അമല അഹ്ലിൻ നാർ വഹുവ മിൻ അഹ്ലിൽ ജന്ന. വേറൊരു വ്യക്തി ജനങ്ങൾ അവനെ കാണുന്നത് നരകാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ടായിരിക്കും, പക്ഷേ അവൻ യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയായി തീരും. വഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. കർമ്മങ്ങൾ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ്. കർമ്മങ്ങൾ അതിന്റെ അവസാനത്തെ പരിഗണിച്ചിട്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ സഹോദരങ്ങളെ, നമ്മിലേക്ക് എന്തായാലും വന്നെത്തുന്ന, നമുക്കൊരിക്കലും തടയാൻ സാധിക്കാത്ത നമ്മുടെ മേൽ ഉറപ്പായിട്ടുള്ള മരണം, ആ മരണസമയത്ത് നമ്മുടെ അവസ്ഥ എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ കർമ്മങ്ങളെ പരിഗണിക്കപ്പെടുന്നത്. ധാരാളം നന്മകൾ ചെയ്ത വ്യക്തികൾ മരണസമയത്ത് കുഫറിലായിക്കൊണ്ട് മരണപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ധാരാളം തിന്മയിൽ മുഴുകിയ ആളുകൾ മരണത്തിനോടടുത്ത സമയത്ത് തൗബ ചെയ്ത് മടങ്ങി സൽക്കർമ്മങ്ങളിൽ മുന്നേറുന്ന ആളുകളായിട്ടും കാണാറുണ്ട്. സ്വാലിഹീങ്ങളുടെ അടയാളമായിട്ട് ഉലമാക്കൾ പറയാറുള്ള കാര്യമാണ്, അവർ അവരുടെ അവസാനത്തെ കുറിച്ച് ഭയപ്പെടുന്നവരായിരിക്കും. സലഫുകൾ പറയാറുള്ള ഒരു വാക്ക് കാണാം, ഇന്ന ഖുലൂബൽ അബ്റാർ മുഅല്ലഖത്തുൻ ബിൽ ഖവാതിം. പുണ്യം ചെയ്യുന്ന ആളുകളുടെ ഖൽബ് അവരുടെ അവസാനവുമായി ബന്ധപ്പെട്ടിട്ടാവും എപ്പോഴും ഉണ്ടാവുക. യഖൂലൂൻ, അവർ പറയും, ബിമാദാ യുഖ്തമു ലനാ. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അവസാനം ഉണ്ടാവുക, നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും എന്നവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മരണസമയവുമായി ബന്ധപ്പെട്ട് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മരണസമയത്ത് വേദന കടുത്ത സമയം അദ്ദേഹം കരയാൻ തുടങ്ങി. ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹയോട് ചോദിച്ചു, യാ അബാ അബ്ദുല്ലാഹ് അറാക കസീറ ദുനൂബ്
ഹേ അബൂ അബ്ദുല്ല, നിങ്ങൾ കരയുന്നത് നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണോ? പാപങ്ങൾ കൂടുതലായിട്ടുണ്ടെന്ന് ആലോചിച്ചിട്ടാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു വല്ലാഹി, അദ്ദേഹം നിലത്ത് നിന്ന് ഒരു മൺകട്ടയോ മറ്റോ എടുത്തുകൊണ്ട് പറഞ്ഞു വല്ലാഹി ലദുനൂബി അഹ്വനു ഇൻദി മിൻ ദാ, എന്റെ പാപങ്ങൾ അല്ലാഹുവാണ്, എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇത്ര നിസ്സാരമാണ്. എന്നിട്ട് പറഞ്ഞു ഇന്നി അഖാഫു അൻ അസ്ലുബ അൽ ഈമാന ഇൻദൽ മൗത്ത്, ഞാൻ ഭയപ്പെടുന്നത് മരണസമയത്ത് എന്റെ ഈമാൻ എങ്ങാനും തെറ്റിപ്പോകുമോ എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു ബകൈന അല ദുനൂബി സമാനൻ വനഹ്നു അൽആന നബ്കി അലൽ ഇസ്ലാം, നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് കാലം നാം കരഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഈ മരണസമയത്ത് നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് ഓർത്താണ് കരയുന്നത്. അതായത് പാപങ്ങളെ വില കുറച്ച് കാണുകയല്ല, പാപങ്ങളെക്കാൾ അതിന്റെ അനന്തര ഫലമായി മരണസമയത്ത് എന്തായിരിക്കും അവസ്ഥ, എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ, ഞാൻ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്നുള്ള ഭയമാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലയെ കരയാൻ കാരണമാക്കിയത്. സഹോദരങ്ങളെ, നാം ചിന്തിക്കണം. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ധാരാളമായി തേടേണ്ട കാര്യമാണ് നമ്മുടെ അവസാനം ഏറ്റവും നല്ല രീതിയിലാക്കി തരാൻ വേണ്ടിയിട്ട്. സ്വഹാബികളിൽ ചിലർ അവർ മരണമടുക്കുന്ന സമയത്ത് അവർ കരയാറുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോൾ അവർ ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. അവർ പറയുമായിരുന്നു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ തആല ഖബല ഖൽഖഹു ഖബ്ലതൈൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ രണ്ട് പിടുത്തം പിടിച്ചു. അവന്റെ സൃഷ്ടികളെ എല്ലാവരെയും രണ്ട് പിടുത്തം പിടിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു ഹഉലാഇ ഫിൽ ജന്ന ഹഉലാഇ ഫിന്നാർ, അതിലൊരു പിടുത്തം പിടിച്ചിട്ട് പറഞ്ഞു ഇക്കൂട്ടർ സ്വർഗ്ഗത്തിലാണ്. രണ്ടാമത്തെ പിടുത്തം പിടിച്ചു പറഞ്ഞു ഇക്കൂട്ടർ നരകത്തിലാണ്. എന്നിട്ട് ആ സ്വഹാബികൾ പറയുമായിരുന്നു വലാ അദ്രി ഫി അയ്യിൽ ഖബ്ലതൈൻ കുന്തു, എനിക്കറിയില്ല ഏത് പിടുത്തത്തിലാണ് ഞാൻ പെട്ടിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല എന്ന് പറയാറുണ്ടായിരുന്നു ആ സ്വഹാബികൾ. അതേ സഹോദരങ്ങളെ, നമ്മുടെ അവസാനം അതിനെക്കുറിച്ചുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴാണ് മരണം വന്നെത്തുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയവും ആ മരണത്തിനൊരുങ്ങി നമ്മുടെ അവസാനത്തിനൊരുങ്ങി നിൽക്കുക എന്നുള്ളതാണ് നമുക്കുള്ള മാർഗമായിട്ടുള്ളത്. അവസാനം നന്നാവാൻ, ഏറ്റവും നല്ല മരണം ലഭിക്കാൻ പ്രധാനമായിട്ടുള്ള 3 കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഈമാനാണ്, തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കലും അത് നിർബന്ധമാക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഖൗലു സാബിത്, മുഫസ്സിരീങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉറച്ച വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉറപ്പിച്ചു നിർത്തും അവരുടെ ദുനിയാവിലും പരലോകത്തും, അവരുടെ മരണത്തിലും അവരുടെ ഖബറിലും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിലും അവരുടെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ പഠിക്കുകയും തൗഹീദ് പഠിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം അൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈമാൻ ഉൾക്കൊണ്ട ശേഷം ആ ഈമാനിൽ ഉറച്ച് നേരെ ചൊവ്വെ നിലകൊള്ളുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് വിരോധനങ്ങൾ ഒഴിവാക്കി ആ നേരായ പാതയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും പിന്നീട് ആ പാതയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് അതിൽ നേരെ ചൊവ്വെ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ അവരുടെ മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്തുകൾ അവരുടെ അടുക്കൽ വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, അവരോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടാൻ, നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. വലാ തഹ്സനു, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല. വഅബ്ശിറൂ ബിൽ ജന്നതി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗ്ഗം, അതിനെക്കുറിച്ച് സന്തോഷിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ മലക്കുകൾ നിങ്ങൾക്ക് ദുനിയാവിലും പരലോകത്തും നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളാണ്. എന്നിട്ട് പറഞ്ഞു വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ, ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഏത് നിമിഷവും തെറ്റിപ്പോകാവുന്ന ഖൽബാണ് മനുഷ്യരുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്,
ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് ഇത് ധാരാളമായി പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക് വബിമാ ജിഅത ബിഹി ഫഹൽ നഖാഫു അലൈനാ. റസൂലേ, ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടുവന്നതിൽ വിശ്വസിച്ചിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങളിൽ നിങ്ങൾ ഭയപ്പെടുകയാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബിഐൻ മിൻ അസാബിഇല്ലാഹ് യുഖല്ലിബുഹാ കൈഫ യശാ. അടിമകളുടെ ഖൽബുകൾ അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറിക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറിക്കുന്നതാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം നിഅമത്തുകൾ നൽകി എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ശേഷം അവസാനം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പറഞ്ഞത്, തവഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണമേ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനം നന്നാകാൻ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എങ്ങനെ മരണപ്പെടുന്നു എന്നുള്ളതാണ് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്ത് നമുക്ക് ഉപകരിക്കുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെക്കുറിച്ച് പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. രണ്ടാമത്തേത് ഇസ്തിഖാമ, ദീനിൽ നേരെ ചൊവ്വേ നിലകൊള്ളാൻ. ആ ഇസ്തിഖാമത്തിൽ പാപങ്ങൾ ചെയ്തു പോയാൽ ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് നേരായ മാർഗത്തിലേക്ക് മടങ്ങി വരാൻ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാവുക. മൂന്നാമത്തേത് ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദീനിൽ ഉറപ്പിച്ചു നിർത്താനും ഏറ്റവും നല്ല പര്യവസാനത്തിനും ചോദിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, ഏറ്റവും നല്ല മരണം, ഏറ്റവും നല്ല അവസാനം നമ്മൾ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിയായി ചോദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങളിലായി മരണപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറഞ്ഞു, ലാ അലൈക്കും അല്ലാ തുഅജബു ബിഅഹദിൻ ഹത്താ തൻദുറൂ ബിമാ യുഖ്തമു ലഹു. നിങ്ങൾ ഒരാളെ കണ്ടിട്ടും അത്ഭുതപ്പെടേണ്ട, ഒരാളുടെ കർമ്മങ്ങൾ കണ്ടിട്ടും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അവന്റെ അവസാനം എന്തിലാകുമെന്ന് കണ്ട് നിങ്ങൾ ഉറപ്പാക്കുന്നത് വരെ ഒരാളുടെയും കർമ്മങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. എന്നിട്ട് പറഞ്ഞു, ഫഇന്നൽ ആമില യഅമലു സമാനൻ മിൻ ഉംരിഹി ഔ ബുർഹതൻ മിൻ ദഹ്രിഹി ബിഅമലിൻ സാലിഹ് ലൗ മാത അലൈഹി ദഖലൽ ജന്ന. ഒരു വ്യക്തി അവനവന്റെ ആയുസ്സിന്റെ വലിയൊരു കാലം അവൻ സൽക്കർമ്മങ്ങൾ ചെയ്തേക്കാം. അവനെ കണ്ടാൽ, അവൻ ആ സമയത്ത് മരണപ്പെട്ടാൽ സ്വർഗാവകാശിയാണ് എന്ന് ഉറപ്പിക്കുമാർ. പിന്നീട് അവനൊരു മാറ്റം വന്ന് തിന്മകളിൽ മുഴുകുന്നതായിട്ട് കാണാം. എന്നിട്ട് പറഞ്ഞു, വഇന്നൽ അബ്ദ ലയഅമലുൽ ബുർഹത മിൻ ദഹ്രിഹി ബിഅമലിൻ സയ്യി ലൗ മാത അലൈഹി ദഖലൻ നാർ. വേറെ ചില ആളുകൾ ജീവിതത്തിന്റെ വലിയൊരു കാലഘട്ടം തിന്മകളിലായി മുഴുകുന്നവരായി കാണാം. അവൻ അപ്പോൾ മരണപ്പെട്ടാൽ എന്തായാലും നരകത്തിലായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പായിരിക്കും. പിന്നീട് അവനൊരു മാറ്റം വന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായി മാറിയേക്കാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറാ, അല്ലാഹു ഒരു അടിമയ്ക്ക് നന്മ ഉദ്ദേശിച്ചാൽ ഇസ്തഅമലഹു ഖബ്ല മൗതിഹി, അവന്റെ മരണത്തിന് മുമ്പ് അവന് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്തഅമിലു, എങ്ങനെയാണ് റസൂലെ അവനെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുക? എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ثم يقبضه عليه, അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകും. അങ്ങനെ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലായിക്കൊണ്ട് ആ നല്ലൊരു സമയത്ത് അവനെ റൂഹിനെ പിടിക്കുകയും ചെയ്യും, അവനെ മരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുക, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, ഫർളും നഫ്ലുമായ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുക. ഏറ്റവും നല്ല മരണത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.